കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. PSC മലയാളം സിലബസ് റിവിഷൻ സീരീസിൽ ഇന്ന് വൊക്കാബുലറി ഭാഗത്ത് വരുന്ന വിപരീത പദമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ക്ലാസ്സിൽ 2025 ചോദിച്ചിട്ടുള്ള എല്ലാ വിപരീത പദഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോ പാർട്ടുകളായിട്ട് ഓരോ വർഷത്തെയും വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളും അതുപോലെ സാധ്യതയുള്ള മറ്റു വിപരീത ക്വസ്റ്റ്യനുകളും ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ടോപ്പിക് കവർ ചെയ്യാം. ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിപരീത പദം എഴുതുക. ശുദ്ധം. ശുദ്ധം എന്നതിൻ്റെ വിപരീത പദം ഓപ്ഷൻ എ വിശുദ്ധം, ഓപ്ഷൻ ബി അശുദ്ധം, ഓപ്ഷൻ സി നിർമ്മലം, ഓപ്ഷൻ ഡി പരിശുദ്ധം. ശുദ്ധം എന്നതിൻ്റെ വിപരീതമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി അശുദ്ധം. ശുദ്ധം അശുദ്ധം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയല്ലാത്ത വിപരീത പദ രൂപമേത്? ശരിയല്ലാത്ത വിപരീത പദരൂപം ഓപ്ഷൻ എ അണിയം അമരം, ഓപ്ഷൻ ബി വൃഷ്ടി സമഷ്ടി, ഓപ്ഷൻ സി ആദാനം പ്രദാനം, ഓപ്ഷൻ ഡി ഉപജയം അപജയം. ശരിയല്ലാത്ത വിപരീത രൂപം ഓപ്ഷൻ ഡി ആണ്. ഉപജയം അപജയം വിപരീത പദങ്ങളല്ല. അണിയത്തിൻ്റെ വിപരീതം അമരമാണ്, വൃഷ്ടിയുടേത് സമഷ്ടിയാണ്, ആദാനത്തിൻ്റേത് പ്രധാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ജംഗമം സ്ഥാവരം, ഓപ്ഷൻ ബി വൃഷ്ടി സമഷ്ടി, ഓപ്ഷൻ സി ഖണ്ഡനം മണ്ഡനം, ഓപ്ഷൻ ഡി ഉഗ്രം അത്യുഗ്രം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? പര്യായ പദങ്ങളാണ് ഓരോ പര്യായങ്ങളല്ല, വിപരീത പദങ്ങളാണ് ഓരോ ഓപ്ഷനിലും തന്നിട്ടുള്ളത്. ശരിയായത് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജംഗമം സ്ഥാവരം. ജംഗമത്തിൻ്റെ വിപരീത പദമാണ് സ്ഥാവരം. ഓപ്ഷൻ ബി വൃഷ്ടി സമഷ്ടി. വൃഷ്ടിയുടെ വിപരീതമാണ് സമഷ്ടി. ഓപ്ഷൻ സി മണ്ഡനം ഖണ്ഡനം. മണ്ഡനത്തിൻ്റെ വിപരീതമാണ് ഖണ്ഡനം. ഓപ്ഷൻ ഡി ഉഗ്രം അത്യുഗ്രം. ഇത് വിപരീത പദങ്ങളല്ല. ഉഗ്രത്തിൻ്റെ വിപരീതമായിട്ട് വരുന്നത് ശാന്തം എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, ഉഗ്രം അത്യുഗ്രം. അടുത്ത ക്വസ്റ്റ്യൻ, അങ്കുശം എന്നതിൻ്റെ വിപരീത പദം ഏത്? അങ്കുശം എന്നതിൻ്റെ വിപരീത പദം ഓപ്ഷൻ എ അപകുശം, ഓപ്ഷൻ ബി നിരകുശം, ഓപ്ഷൻ സി അനകുശം, ഓപ്ഷൻ ഡി സങ്കുശം. അങ്കുശം എന്നതിൻ്റെ വിപരീത പദം, അങ്കുശം എന്ന് പറയുന്നത് കോമയാണ് അർത്ഥം വരുന്നത്. അങ്കുശത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ ബി നിരകുശമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിപരീത പദം എടുത്തെഴുതുക. ഉത്കർഷം. ഉത്കർഷത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ എ അഭ്യുദയം, ഓപ്ഷൻ ബി അഭുന്നതി, ഓപ്ഷൻ സി അപകർഷം, ഓപ്ഷൻ ഡി അധോഗതി. വിപരീത പദം ഉത്കർഷം. ഉത്കർഷത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ ഡി അധോഗതിയാണ്. ഉത്കർഷം അധോഗതി. ഉത്കർഷത്തിൻ്റെ വിപരീതമായിട്ട് വരുന്നത് ഓപ്ഷൻ സി അപകർഷമാണ്. ഉത്കർഷത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ സി അപകർഷമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. സഹജം. സഹജം എന്നതിൻ്റെ വിപരീത പദം ഓപ്ഷൻ എ വിരസം, ഓപ്ഷൻ ബി നീചം, ഓപ്ഷൻ സി ആർജിതം, ഓപ്ഷൻ ഡി ആഹജം. സഹജം എന്ന് പറയുന്നത് ജന്മനാൽ ലഭിക്കുന്നത്. അപ്പോൾ വിപരീതമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആർജിതം. സഹജം വിപരീതം ആർജിതം എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിപരീത പദം എഴുതുക. ഗൗരവം. ഓപ്ഷൻ എ സഗൗരവം, ഓപ്ഷൻ ബി അഗൗരവം, ഓപ്ഷൻ സി പിണക്കം, ഓപ്ഷൻ ഡി ലാഘവം. വിപരീത പദം ഗൗരവം, ഓപ്ഷൻ ഡി ലാഘവം. ഗൗരവത്തിൻ്റെ വിപരീത പദം ലാഘവമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗർഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീത പദം ഏത്? ഗർഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീത പദം ഓപ്ഷൻ എ അഗർഹണീയം, ഓപ്ഷൻ ബി സ്പൃഹണീയം, ഓപ്ഷൻ സി സുഗർഹണീയം, ഓപ്ഷൻ ഡി സ്മരണീയം. ഗർഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീത പദമാണ് ഓപ്ഷൻ ബി സ്പൃഹണീയം. ഗർഹണീയം വിപരീതം സ്പൃഹണീയം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാചീനം എന്ന പദത്തിന് വിപരീത പദം താഴെ പറയുന്നവയിൽ നിന്ന് കണ്ടെത്തുക. പ്രാചീനം എന്ന പദത്തിന് വിപരീത പദം 1 2 3 1 നവീനം, 2 നിയോഗം, ഓപ്ഷൻ 3 സംയോഗം. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 3 only, ഓപ്ഷൻ സി 2 only, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല.
പ്രാചീനം എന്ന പദത്തിന് വിപരീത പദമാണ് വൺ, നവീനം. ഓപ്ഷൻ എ വൺ ഓൺലിയാണ് ശരി. പ്രാചീനം, നവീനം. ധനം എന്ന പദത്തിൻ്റെ വിപരീത പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ധനം എന്ന പദത്തിൻ്റെ വിപരീത പദം. ഓപ്ഷൻ എ അധനം, ഓപ്ഷൻ ബി ആധനം, ഓപ്ഷൻ സി ഋണം, ഓപ്ഷൻ ഡി ഋതം. ധനത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ സി ഋണമാണ്. ധനം, ഋണം. ദെൻ ഹ്രാസം വിപരീത പദം എഴുതുക. ഹ്രാസം വിപരീത പദം എഴുതുക. ഓപ്ഷൻ എ പ്രവാസം, ഓപ്ഷൻ ബി മിനുസം, ഓപ്ഷൻ സി വികാസം, ഓപ്ഷൻ ഡി അനുവാസം. ഹ്രാസത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ സി വികാസമാണ്. ഹ്രാസം, വികാസം. ദെൻ അധോമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം. അധോമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം. ഓപ്ഷൻ എ ദുർമുഖൻ, ഓപ്ഷൻ ബി ബഹിർമുഖൻ, ഓപ്ഷൻ സി സുമുഖൻ, ഓപ്ഷൻ ഡി ഉന്മുഖൻ. അധോമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ ഡി ഉന്മുഖൻ. ഉന്മുഖൻ വിപരീതമാണ് അധോമുഖൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഹികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഐഹികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ എ പാരത്രികം, ഓപ്ഷൻ ബി നാഗരികം, ഓപ്ഷൻ സി അജ്ഞാതം, ഓപ്ഷൻ ഡി ശിഥിലം. ഐഹികം എന്ന പദത്തിൻ്റെ വിപരീതമാണ് ഓപ്ഷൻ എ പാരത്രികം. ഐഹികം, പാരത്രികം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദൃഢം എന്ന വാക്കിന് വിപരീതമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ എ ശിഥിലം, ഓപ്ഷൻ ബി ശൈഥില്യം, ഓപ്ഷൻ സി ശീതളം, ഓപ്ഷൻ ഡി ശൈത്യം. ദൃഢം എന്ന വാക്കിൻ്റെ വിപരീത പദം ഓപ്ഷൻ എ ശിഥിലം. ദൃഢം, ശിഥിലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുരോഗതി എന്ന പദത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ വിപരീത പദം ഏത്? പുരോഗതി എന്ന പദത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ വിപരീത പദം. ഓപ്ഷൻ എ പരഗതി, ഓപ്ഷൻ ബി ഊർധ്വഗതി, ഓപ്ഷൻ സി അധോഗതി, ഓപ്ഷൻ ഡി പാശ്ചാത്ഗതി. പുരോഗതിയുടെ അനുയോജ്യമായ വിപരീത പദം ഓപ്ഷൻ ഡി പാശ്ചാത്ഗതിയാണ്. പുരോഗതി, പാശ്ചാത്ഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉന്നതം എന്ന പദത്തിൻ്റെ വിപരീത പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉന്നതം എന്ന പദത്തിൻ്റെ വിപരീതം. ഓപ്ഷൻ എ അത്യുന്നതം, ഓപ്ഷൻ ബി അനന്യുതം, ഓപ്ഷൻ സി നദം, ഓപ്ഷൻ ഡി ഉന്മുഖം. ഉന്നതം എന്നതിൻ്റെ വിപരീത പദമാണ് ഓപ്ഷൻ സി നദം. നദം, ഉന്നതം. അടുത്ത ക്വസ്റ്റ്യൻ, മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം. മുഖ്യം. ഓപ്ഷൻ എ ഗൗണം, ഓപ്ഷൻ ബി വർജ്യം, ഓപ്ഷൻ സി ഗർഹ്യം, ഓപ്ഷൻ ഡി ഋതം. മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ഓപ്ഷൻ എ ഗൗണം. മുഖ്യം, വിപരീതം ഗൗണം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം? അബദ്ധം 1, 2, 3, 4. 1 അബദ്ധം സുബദം, 2 ദക്ഷിണം പ്രദക്ഷിണം, 3 ബാഹ്യം അന്തരം, 4 ഖണ്ഡനം മണ്ഡനം. അബദ്ധം സുബദം. അബദ്ധത്തിൻ്റെ വിപരീതമാണ് സുബദം. ദക്ഷിണത്തിൻ്റെ വിപരീതമല്ല പ്രദക്ഷിണം. ദക്ഷിണത്തിൻ്റെ വിപരീതം ഉത്തരമാണ്. ബാഹ്യത്തിൻ്റെ വിപരീതമല്ല അന്തരം. ബാഹ്യം എന്ന് പറയുന്നത് പുറത്തുള്ളത്. അതിൻ്റെ വിപരീതമായിട്ട് വരുന്നത് ആഭ്യന്തരമാണ്. അന്തരം എന്ന് പറയുന്നത് വ്യത്യാസം എന്നാണ് അർത്ഥം വരുന്നത്. ബാഹ്യത്തിൻ്റെ വിപരീതം ആഭ്യന്തരമാണ്. ഖണ്ഡനം മണ്ഡനം ശരിയാണ്, വിപരീത പദങ്ങളാണ്. അപ്പോൾ ഓപ്ഷനിൽ 1ഉം 4ഉം, ഓപ്ഷൻ എ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അബദ്ധം, സുബദം, ഖണ്ഡനം, മണ്ഡനം. ഇത്രയാണ് 2025 ചോദിച്ചിട്ടുള്ള വിപരീത പദങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി വരാൻ സാധ്യതയുള്ള കുറച്ച് വിപരീത പദങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. അല്പം വിപരീതം അനൽപം. ആദി, അന്തം, ആഭ്യന്തരം, ബാഹ്യം, അനുഗ്രഹം, നിഗ്രഹം, ആവിർഭാവം, തിരോഭാവം. അപ്പോൾ അല്പം, അനൽപം, ആദി, അന്തം, ആഭ്യന്തരം, ബാഹ്യം, അനുഗ്രഹം, നിഗ്രഹം, ആവിർഭാവം, തിരോഭാവം, അധമം, ഉത്തമം, അലസം, വിലസം, ആക്രമണം, പ്രതിരോധം, ഉചിതം, അനുചിതം, ഉഗ്രം, ശാന്തം, ഉദ്ധതം, സൗമ്യം, ഉന്മുഖൻ, അധോമുഖൻ. തായല്ല, ധനത്തിൻ്റെ തായാണ് വരുന്നത്. അധോമുഖൻ, ഈദൃശ്യം, താദൃശ്യം, ഋജു, വക്രം, സംസ്കൃതം, അസംസ്കൃതം, ശാശ്വതം, നൈമിഷികം, ആവിർഭവിക്കുക, തിരോഭവിക്കുക, രസം, നീരസം,
സരസം, വിരസം, ഉന്മുഖം, വിമുഖം, മുഖ്യം, ഗൗണം, ഉൽപ്പതിഷ്ണു, യാഥാസ്ഥികൻ, നിരുപാധികം, സോപാധികം, അപേക്ഷ, ഉപേക്ഷ, ഊഷരം, ഉർവരം, ആധിക്യം, വൈരളയം, ജാഗ്രത്, സുഷുപ്തി, തിക്തം, മധുരം, ഹ്രസ്വം, ദീർഘം, ഹ്രാസം, വികാസം. ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ഉണ്ട് പഠിക്കാൻ. അടുത്ത പാർട്ടുകളായിട്ട് ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സാധ്യതയുള്ള മറ്റ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തുടർന്ന് വരുന്ന ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്